ഹെഡ്മിയിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ 2 ദിവസമായിട്ട് ഉച്ച കഴിഞ്ഞാൽ ഉടൻ ഭയങ്കര മഴയാണ്. ഇപ്പോഴത്തെ മഴയ്ക്ക് നേരവും കാലവും ഒന്നും ഇല്ലല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനു മുമ്പ് പറയട്ടെ, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. കപ്പയും തലക്കറിയും അതിൻ്റെ ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനിയും അതുപോലെ വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാമേ. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് ഇൻട്രോ ഒക്കെ പറഞ്ഞു ലൈവായിട്ട് തന്നെ കുക്ക് ചെയ്തതാണ്. പക്ഷേ എഡിറ്റിംഗ് ടൈമിലാണ് മനസ്സിലായത് മഴയുടെ ഭയങ്കര സൗണ്ടും ഒന്നും ക്ലിയർ ആവുന്നില്ല, ഭയങ്കര എക്കോ പോലൊക്കെ. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഡിഷ് കണ്ടിട്ട് ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ ടേസ്റ്റ് അപാരമാകും കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് അയ്യോ ഇതെന്താണ്, ഇത് ടേസ്റ്റ് കാണില്ല എന്നൊന്നും ചിന്തിക്കരുത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും. ഞങ്ങളിത് ഉണ്ടാക്കിയിട്ട് സിറ്റ് ഔട്ടിൽ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്ക് ആദ്യം തന്നെ കുറച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി ഒന്നും വേണ്ട, ഞാനിവിടെ ചെറിയ 3 കഷ്ണമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂടുതലെടുക്കാം കുറച്ചെടുക്കാം. ഞാനിപ്പോൾ എല്ലുൾപ്പെടെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേവിച്ചിട്ട് അത് കുഞ്ഞു കുഞ്ഞു പീസാക്കി മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ മാംസം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ആ സമയത്ത് പറഞ്ഞു തരാം എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഇത് ലേശം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഇത്തിരി കൂടിപ്പോയെന്നും പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട. ഈ വെള്ളം നമുക്കിനി യൂസ് ചെയ്യാനുള്ളതാണ്, അതായത് ചിക്കൻ സ്റ്റോക്ക്. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും ലേശം ഇഞ്ചി പേസ്റ്റും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കനിൽ ഉപ്പും അത്യാവശ്യം ഇത്തിരി എരിയും ഒക്കെ നന്നായിട്ട് പിടിക്കും, അതിനു വേണ്ടിയാണ് ഇട്ടത്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ കുറച്ച് ബീൻസ്, ക്യാരറ്റ്, സവാളയുള്ളി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർക്കുന്നത് കൊണ്ട് പച്ചമുളക് എടുത്തിട്ടില്ല. എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഒത്തിരി വലുതായിട്ട് അരിയണ്ട, ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഇനി നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓട്സ് ആണ്. ഞാനിവിടെ ഡിസാനോടെ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ധാരാളം പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിതിവിടെ 1.25 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവും നിങ്ങൾക്ക് എത്രയും വേണോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, ആളുകളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാമേ. ഇനി നമുക്ക് ഈ ഓട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവല്ലേ, ഒരിത്തിരി ഒന്ന് ചൂടായാൽ മതി. ഹൈ ഫ്ലെയിം തന്നെ ഇട്ടേക്കുന്നേ. ഇതാ ഇതിപ്പോൾ ഒന്ന് കളറ് മാറിയത് കണ്ടോ, ചെറുതായിട്ടൊന്ന് കളറ് മാറി. ഇതേ നന്നായിട്ട് ചൂടായി, ഒരു ചെറിയ മണം വരുന്നുണ്ട്, അത് മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയും മതി. നമുക്കിത് ഈ പാനിൽ നിന്നും മാറ്റാം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂടും കൊണ്ട് അടിഭാഗം കരിയും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തു. ഇനി ഞാനിത് കുഞ്ഞ് പീസാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ പീസിൻ്റെ വലിപ്പം നിങ്ങൾക്ക് നിർണ്ണയിക്കാം എത്രയും വലിപ്പം വേണമെന്ന്. ഇത് നമുക്ക് ഒരു പാൻ വെച്ച ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഡിസാനോടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ഞാൻ മിക്കവാറും എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇത് കുക്കിങ്ങിന് വേണ്ടി ഇന്ത്യൻ ഡിഷസ് ആൻഡ് ഫ്രൈയിങ് എന്ന് എഴുതിയിട്ടുണ്ട്. പ്രത്യേകം നമുക്ക് കുക്കിങ്ങിന് വേണ്ടി വരുന്ന ഒലിവ് ഓയിലാണ്. ഒരു സ്മെൽ വ്യത്യാസവുമില്ല, നല്ല ഓയിലാണേ. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ എന്തുവാണോ ചെയ്യുന്നത്, ഈ ചിക്കൻ വേവിച്ച് വെച്ചത് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ എണ്ണയ്ക്കകത്ത്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയാണേ. ഇനി നിങ്ങളുടെ കയ്യിൽ എല്ലില്ല, മാംസം മാത്രമുള്ള ചിക്കൻ ആണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് എല്ലുൾപ്പെടെ ആയതുകൊണ്ട് എല്ല് അതിൽ നിന്നും മാറ്റാൻ വേണ്ടിയാണ് ഒന്ന് വേവിച്ചിട്ട് ഇങ്ങനെ ഇട്ടത്. അപ്പോൾ ഇത് ലേശം ഒന്ന് മൊരിയട്ടെ. അപ്പോൾ അതാ ഇത്രയും മൂത്താൽ മതി, നമുക്ക് മാറ്റാം. ഒന്ന് ഇത്തിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള, കുറച്ച് ബീൻസ്, ഒരു ക്യാരറ്റ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ ഉപ്പുണ്ട്, അത് മറക്കരുത്. കാരണം നമ്മൾ ആ ചിക്കൻ വേവിച്ച വെള്ളവും വെച്ചിട്ടുണ്ട്, അതിനും ഉപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഉപ്പിടാവേ. അപ്പോൾ ഏകദേശം ഒരു ഇത്തിരി വഴണ്ടു, മൊത്തത്തിലൊന്നും വഴണ്ടിട്ടില്ല, ഇത്തിരി ഒന്ന് പച്ചപ്പുണ്ട്. നമുക്കിനി ഓട്സ് ഇട്ട് വേവിക്കുകയും വേണം, അതുകൊണ്ട് ഇപ്പം ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാനിവിടെ പച്ചമുളക് അരച്ച പേസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതാണ് ചേർക്കുന്നത്.
പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടിയാനായിട്ട് ബിരിയാണി മസാലയാണ്. ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇനി ബിരിയാണി മസാല ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഗരം മസാല ചേർത്താൽ മതി 1 സ്പൂൺ. അപ്പോൾ അത്യാവശ്യം ഒരു എരി വേണം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഈ ചിക്കൻ വേവിച്ച വെള്ളം ഓട്സ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് യോജിപ്പിച്ച ശേഷം ഇങ്ങനെ ഇത്തിരി വെള്ളം കിടക്കണം. അതാണ് പരുവം. നിങ്ങൾ എത്രയും ഓട്സ് എടുക്കുന്നോ ആദ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കണം. അപ്പോഴത്തേക്കും കുറെ വെള്ളം അതിനകത്ത് അങ്ങ് പിടിക്കും. അതിനുശേഷം ഇതുപോലെ ഒന്ന് പറ്റിക്കിടന്നാൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് ചെറുതീയിട്ടാൽ മതി വേവിക്കാം. അപ്പൊ ഞാൻ ഏറ്റവും ചെറിയ തീയിലാണ് ഇട്ടിരുന്നത്. ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നല്ല എരിയുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി കുഴഞ്ഞു പോയോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് തണുക്കുമ്പം ഡ്രൈ ആവും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഇങ്ങനെ കുഴഞ്ഞിരിക്കണ്ട എന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചാൽ മതി. ചെറുതീയിൽ ഇത്തിരി നേരം ഒന്ന് തുറന്നു കിടക്കട്ടെ. ചിക്കന്റെ വെള്ളം കൂടെ ഒഴിച്ചോണ്ടേ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പൊ ഇത്രയും മതി. ഞാൻ ഓഫ് ചെയ്തു. വീഡിയോ ഇത്രയും കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്. അത് കഴിച്ചു നോക്കിയെങ്കിലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.